الحمد لله حمدا يوافي نعمه ويكافي مزيده. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أحسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹാദരണീയരായ സഹോദരീ സഹോദരന്മാരെ, ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ സകല സന്ദർഭങ്ങളിലും ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിതം അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടതാക്കി തീർക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ നാട്ടിലെ കലാലയങ്ങളെല്ലാം ഒരു പുതിയ അധ്യയന വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികളും രക്ഷിതാക്കളുമെല്ലാം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ വ്യാപൃതരായിക്കൊണ്ടിരിക്കുന്ന സമയമാണിത്. ഇത്തരം സന്ദർഭങ്ങളിൽ ഈ വിഷയകരമായി നമ്മുടെ ദീൻ എന്തൊക്കെ സന്ദേശങ്ങളാണ് നമുക്ക് നൽകുന്നത് എന്നുകൂടി അറിയുന്നത് ഉപകാരപ്രദമായിരിക്കും. ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനങ്ങൾ അതിൻ്റെ ഉത്തുംഗതയിലെത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ കഴിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുന്നത്. ഏത് വിവരവും അറിവിൻ്റെ ഖജനാവിൽ നിന്ന് ഒരു ബട്ടണമർത്തിയാൽ നമ്മുടെ മുമ്പിലെത്തുന്ന വിധം ശാസ്ത്രീയമായി സാങ്കേതികമായി നമ്മൾ വളർന്നിട്ടുണ്ട്, ഉയർന്നിട്ടുണ്ട്. എന്നാൽ പണ്ടുകാലങ്ങളിൽ മനുഷ്യർ അറിവ് നേടി രാജ്യാന്തര യാത്രകൾ നടത്തിയിരുന്ന ചരിത്രമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു ഹദീസ് പണ്ഡിതൻ ഒരു ഹദീസ് തേടി, അല്ലെങ്കിൽ ഭാഷയിലെ ഒരു പദത്തിൻ്റെ ആശയം തേടി, അല്ലെങ്കിൽ ഒരു കവിതാശകലം തേടിയൊക്കെ മരുഭൂമികൾ താണ്ടിയിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് എല്ലാം നമ്മുടെ കൈക്കുമ്പിളിൽ ഒതുക്കി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും അറിവ് കൊണ്ട് മനുഷ്യൻ പലതും നേടി, അവൻ ലോകം കീഴടക്കി, അവൻ ഉയർന്ന് വളർന്നു കൊണ്ടിരിക്കുകയാണെങ്കിലും എന്താണ് യഥാർത്ഥ അറിവെന്നും അതിലൂടെ മനുഷ്യൻ ആയിത്തീരേണ്ടത് ഏത് രൂപത്തിലാണെന്നുമൊക്കെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വിജ്ഞാന ശാഖയുണ്ട്. അതിനെക്കുറിച്ച് പലപ്പോഴും പലരും അശ്രദ്ധരായിത്തീരുകയാണ് പതിവ്.
നമ്മുടെ മക്കളൊക്കെ ഭൗതികമായ അറിവ് നേടി നല്ല ഉന്നതമായ പദവികൾ അലങ്കരിക്കുന്നവരായിരിക്കണം എന്നതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടതും, അതിനുവേണ്ടിയാണ് പരിശ്രമിക്കേണ്ടത്. അവർ നല്ല സാങ്കേതിക വിദഗ്ധരാകണം, ശാസ്ത്രജ്ഞന്മാരാകണം, ഭരണതന്ത്രജ്ഞന്മാരാകണം, വിദ്യാഭ്യാസ വിചക്ഷണരാകണം, നല്ല സംരംഭകരാകണം, നല്ല വിശ്വഗ്രന്മാരാകണം, നിർമ്മാണ കാര്യത്തിൽ നല്ല വൈദഗ്ധ്യമുള്ള എഞ്ചിനീയർമാരാകണം. ഇതൊക്കെ ഇവിടെ സമൂഹത്തിന് ആവശ്യമുള്ള വിജ്ഞാന ശാഖകളാണ്. അതേപോലെ തന്നെ അത്തരക്കാരിലൂടെയാണ് സമൂഹം അഭിവൃദ്ധിയിൽ നിന്ന്, പുരോഗതിയിൽ നിന്ന് അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നോക്കൂ നിങ്ങൾ, നമ്മുടെ ദീൻ ഈ കാര്യത്തിൽ ആദ്യമായി തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, അറിവിൻ്റെ മഹത്വമൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴും പറയുമ്പോഴും പ്രചരിപ്പിക്കുമ്പോഴും വിശുദ്ധ ഖുർആനിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ആദ്യം തന്നെ നമ്മെ ഉണർത്തുന്ന ഒരു വചനമുണ്ട്. ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് മനുഷ്യൻ്റെ അവസാനമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിത്തന്ന ദിവ്യഗ്രന്ഥത്തിൽ അതിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് പറയുന്ന പഞ്ചസൂക്തങ്ങൾ, അതിൽ ശരിക്ക് അറിവിൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യ, നീ വായിക്ക്. ഈ കൽപ്പന ആദ്യമായി കിട്ടുന്നത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. വായനയറിയാത്ത, അക്ഷരങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടില്ലാത്ത, എഴുത്തറിയാത്ത നിരക്ഷരനായ പ്രവാചകനോടാണ് ഈ കൽപ്പന. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്. സൃഷ്ടിച്ചവനായ നിന്റെ റബ്ബിൻ്റെ നാമത്തിൽ നീ വായിക്കണമെന്നാണ്. നമ്മുടെ ഏതറിവ് നമ്മൾ സ്വായത്തമാക്കുകയാണെങ്കിലും നമ്മളെ സൃഷ്ടിച്ച, നമ്മുടെ പടച്ച റബ്ബിനെ സ്മരിച്ചുകൊണ്ട്, ഓർത്തുകൊണ്ടാണ് നമ്മൾ അത് നേടേണ്ടതെന്നും അത് സ്വായത്തമാക്കേണ്ടതെന്നും കൈവരിക്കേണ്ടതുമെന്നുള്ള പ്രഥമ സന്ദേശമാണ് ഖുർആൻ ഈ ആയത്തിലൂടെ നൽകിയിട്ടുള്ളത്. പിന്നീട് മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. ഖലഖൽ ഇൻസാന മിൻ അലഖ്. പുറന്തള്ളപ്പെടാതിരിക്കാൻ ഗർഭാശയ ഭിത്തിയിൽ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഭ്രൂണത്തിൽ നിന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നത്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ തുടക്കത്തെക്കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആദ്യ വചനങ്ങളിൽ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു. അപ്പോൾ നമ്മുടെ പഠന മനനങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം നമ്മുടെ സൃഷ്ടാവായ ആ സർവേശ്വരനെ കണ്ടെത്തലാണ് എന്ന് പറഞ്ഞു തുടങ്ങിക്കൊണ്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പ്രഥമ സൂക്തം അവതീർണമാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ ഗൗരവം എത്രത്തോളമുണ്ട് എന്നതിൽ നിന്ന് തന്നെ ഉൾക്കൊള്ളാൻ കഴിയും. അല്ലാഹു പറയുന്നു, ഇഖ്റ വറബ്ബുക്കൽ അക്രം. നിന്റെ നാഥൻ അത്യുദാരനാകുന്നു, അതിനാൽ നീ വായിക്കുക, വായിച്ചുകൊണ്ടേയിരിക്കുക. അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ ഔദാര്യമാകുന്നു അറിവ് നേടാൻ, വായിക്കാനും പഠിക്കാനും എഴുതാനുമുള്ള ഈ കഴിവ് നമുക്ക് നൽകി എന്നുള്ളത്. വേറെ എത്ര സൃഷ്ടിജാലങ്ങളുണ്ട് നമ്മൾ ആലോചിച്ച് നോക്കൂ. എഴുതാൻ പേന ഉപയോഗിക്കുന്ന, എഴുതിയ കാര്യങ്ങൾ വായിച്ചറിഞ്ഞ് അറിവ് വർദ്ധിപ്പിക്കുന്ന ഈ ഭൂമുഖത്തുള്ള ഏക ജീവി മനുഷ്യൻ മാത്രമാണ്. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചത് അല്ലാഹുവാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അല്ലദീ അല്ലമ ബിൽ ഖലം. മനുഷ്യനെ പേന കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവ് പഠിപ്പിച്ചു എന്നതാണ്. നമ്മൾ മാത്രമേ പേന ഉപയോഗിക്കുന്നുള്ളൂ.
നമ്മൾ മാത്രമേ അറിവ് രേഖപ്പെടുത്തി നമ്മുടെ വരും തലമുറയ്ക്ക് അത് കൈമാറാൻ വേണ്ടി സൂക്ഷിച്ചു വെക്കുന്നുള്ളൂ. ഇങ്ങനെ അറിവിലൂടെ, വിജ്ഞാനത്തിലൂടെ, വിദ്യാഭ്യാസത്തിലൂടെ വളരുന്ന, പുരോഗതി പ്രാപിക്കുന്ന ഒരു സൃഷ്ടി വിഭാഗം, അതാണ് മനുഷ്യരെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യമായി സൃഷ്ടിച്ചത് പേനയാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിലോകത്തെ പ്രഥമ സൃഷ്ടി പേനയാണ്. അള്ളാഹുവിൻ്റെ ആദ്യത്തെ കൽപ്പന ഉക്തുബ് എന്നാണ്, നീ എഴുതൂ. ആ പേനയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നു. പേന എഴുതിക്കൊണ്ടേയിരിക്കുന്നു. എന്താണ് പേന എഴുതിയത്, എഴുതി അവസാനിപ്പിച്ചത്? ഈ മഹാപ്രപഞ്ചത്തിൽ നടക്കാനിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളുമാണ് ആ പേന എഴുതി അള്ളാഹുവിൻ്റെ ജ്ഞാനരേഖ പൂർത്തീകരിച്ച് അവസാനിപ്പിക്കുന്നത് എന്നാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിൻ്റെ ജ്ഞാനരേഖയെക്കുറിച്ച് വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. ഖുൽ ലൗ കാനൽ ബഹർ മിദാദൻ ലികലിമാതി റബ്ബി ലനഫിദൽ ബഹർ ഖബ്ല അൻ തൻഫദ കലിമാതു റബ്ബി വലൗ ജിഅനാ ബിമിസ്ലിഹി മദദാ. അള്ളാഹുവിൻ്റെ ഈ ജ്ഞാനങ്ങൾ രേഖപ്പെടുത്താൻ, അവൻ്റെ ജ്ഞാനവചനങ്ങൾ നിങ്ങൾ എഴുതി രേഖപ്പെടുത്താൻ ഇവിടെയുള്ള മഹാസമുദ്രങ്ങളെ മഷിയായി ഉപയോഗിച്ചാലും, അതുപോലെയുള്ളത് വീണ്ടും നിങ്ങൾ ഉപയോഗിച്ചാലും, ലനഫിദൽ ബഹർ, കടൽ വറ്റിപ്പോകുമെന്നല്ലാതെ അള്ളാഹുവിൻ്റെ ജ്ഞാനങ്ങൾ ഒരിക്കലും തന്നെ തീർന്നു പോവുകയില്ല എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. സൂറ അൽ കഹ്ഫിലെ അവസാന വചനമാണ്. സൂറ ലുഖ്മാനിൽ മറ്റൊരു രീതിയിൽ അള്ളാഹു പറയുന്നു, വലൗ അന്ന മാ ഫിൽ അർളി മിൻ ഷജറത്തിൻ അഖ്ലാം. ഈ ഭൂമുഖത്തുള്ള മുഴുവൻ മരങ്ങളും എഴുത്തുകോലുകളായി നിങ്ങൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ, മരങ്ങളിലെല്ലാം തന്നെ നിങ്ങൾ എഴുത്തുകോലുകൾ ഉണ്ടാക്കുന്നു. വൽ ബഹറു യമുദ്ദുഹു മിൻ ബഅദിഹി സബഅതു അബ്ഹുർ. ഇപ്പോൾ നിലവിലുള്ള മഹാസമുദ്രങ്ങളെ, അതിൻ്റെ 7 ഇരട്ടി സമുദ്രങ്ങൾ മഷിയായി നിങ്ങൾ ഉപയോഗിച്ചാലും മാ നഫിദത് കലിമാത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഒരിക്കലും തന്നെ തീർന്നു പോവുകയില്ല. ഇങ്ങനെയുള്ള ജ്ഞാനിയായ, ജ്ഞാനത്തിൻ്റെ മുഴുവൻ ഭണ്ഡാരങ്ങളും അള്ളാഹുവിൻ്റെ അരികിലാണുള്ളത്. അങ്ങനെയുള്ള അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഈ പ്രപഞ്ചത്തെ നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി സൗകര്യപ്പെടുത്തിയിട്ടുള്ളത്. ആ റബ്ബിൻ്റെ നാമത്തിലാണ് മനുഷ്യ നിന്റെ അറിവ്, നിന്റെ ജ്ഞാനം, നിന്റെ വിദ്യാഭ്യാസം നീ തുടങ്ങേണ്ടത്. അവനെ ഓർത്തുകൊണ്ടാണ്, അവനെ വിസ്മരിച്ചുകൊണ്ടല്ല, അവനെ മറന്നുകൊണ്ടല്ല എന്ന ഒരു വലിയ കാര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നത്. അല്ലമൽ ഇൻസാന മാ ലം യഅലം. മനുഷ്യൻ അറിയാത്തതെല്ലാം അല്ലാഹു ആകുന്നു അവനെ പഠിപ്പിച്ചത്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലമൽ ഇൻസാന മാ ലം യഅലം. ഇനിയും ആദിപിതാവ് ആദം അലൈഹിസ്സലാമിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ. ആദമിനെ എല്ലാ നാമങ്ങളും നാം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന്. അങ്ങനെ പഠനത്തിൻ്റെ, അറിവിൻ്റെ പ്രക്രിയ ആദിപിതാവിൽ നിന്ന് തന്നെ ആരംഭിക്കുകയാണ്. മനുഷ്യ സമൂഹം ഈ ഭൂമുഖത്ത് ജീവിക്കുന്നിടത്തോളം കാലം അറിവിലൂടെ തന്നെ മാത്രമേ മനുഷ്യന് ഉയരാനും വളരാനും, അതേപോലെ തന്നെ ജീവിതം അവന് സന്തുഷ്ടിയുള്ളതാക്കി തീർക്കാനും കഴിയുകയുള്ളൂ. അത് ഈ ഭൗതിക ജീവിതത്തിലാകട്ടെ, അവൻ്റെ മരണാനന്തര ജീവിതത്തിലാകട്ടെ. അതുകൊണ്ട് അറിവ് കൊണ്ട് ഒരാൾ അഹങ്കരിക്കുകയല്ല വേണ്ടത്. അള്ളാഹിനെ കുറിച്ചുള്ള ഓർമ്മയിലൂടെ ഒരാൾ അറിവ് നേടിയാൽ അവൻ വിനയാന്വിതനായി തീരുകയാണ് ചെയ്യുന്നത്. അറിവ് നേടി അഹങ്കരിക്കുന്നത്ര മനുഷ്യന്മാരെ നമ്മൾ കാണുന്നുണ്ട്. അറിവ് എന്നത് ഒരാൾ നേടുകയാണെങ്കിൽ ഇനിയും എനിക്കറിയാനുണ്ട് എന്ന തോന്നലാണ് ആ വ്യക്തിയിൽ. അവൻ നേടിയ അറിവ് ഉണ്ടാക്കി കൊടുക്കുക എന്നാണ്. ഞാനെല്ലാം നേടിയവനാണ്, എനിക്ക് ഞാൻ തന്നെ മതി എന്ന് തോന്നലല്ല.
മനുഷ്യന്റെ കാര്യം സംസാരിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, വല്ലാഹു അഖ്റജക്കും മിൻ ബുതൂനി ഉമ്മഹാത്തിക്കും ലാ തഅലമൂന ശൈഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ മാതാക്കളുടെ ഉദരത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് ആ സന്ദർഭത്തിൽ നിങ്ങൾക്കൊന്നും അറിയില്ലായിരുന്നു എന്നാണ്. എന്താ നമുക്കറിയാം? മനുഷ്യൻ അത്ര നിസ്സഹായനാണ്. ഒന്നും അറിയാത്ത അവസ്ഥയിൽ നമുക്ക് വിശന്നാൽ നമ്മുടെ മാതാവിൻ്റെ മാറിടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുള്ള മുലപ്പാലാകുന്ന അമൃത് എങ്ങനെ കുടിക്കണം, അതെവിടെയാണ് എന്നറിയാതെ കരയാനാണ് മനുഷ്യനറിയാം. വേറൊന്നറിയില്ല. നേരെ മറിച്ച് ഒരു പശു പ്രസവിച്ചാൽ ആ പശുക്കിടാവിനറിയാം, എനിക്കുള്ള പാല് എൻ്റെ അമ്മയുടെ അകിട്ടിലാണ്. ആരും പറഞ്ഞു കൊടുക്കാതെ പരസഹായമില്ലാതെ അവരത് ഓടിയെത്തി അകിടിൽ മുട്ടി ഉരുമ്മി ആ സന്ദർഭത്തിൽ മാതാവ് പാല് ചുരത്തി ആ കുഞ്ഞ് പാല് കുടിക്കുന്നു. എല്ലാം നമ്മൾ ആർജിച്ചെടുക്കേണ്ട വിജ്ഞാനങ്ങളായിക്കൊണ്ടാണ് ഖുർആൻ ഈ ആയത്തിലൂടെ പഠിപ്പിച്ചിരുന്നത്. ഈ ലോകത്തുള്ള എല്ലാ ജീവികളും സ്വയം അവർക്കുള്ള കൂടുകൾ ഉണ്ടാക്കുന്നു, താമസ കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നു. മനുഷ്യന്മാരോ നമ്മുടെ എല്ലാവരുടെയും സഹായം വേണം. പക്ഷികൾ കൂടുണ്ടാക്കുന്നു, ജീവികൾ മാളങ്ങൾ ഉണ്ടാക്കുന്നു, അവരുടെ താമസ സ്ഥലങ്ങൾ ഉണ്ടാക്കുന്നു. അവർ ഇര തേടുന്നത് അങ്ങനെയാണ്. നമുക്ക് യാത്ര ചെയ്യാൻ വാഹനം വേണം. വാഹനമേറി യാത്ര ചെയ്യുന്ന ഈ ഭൂമിയിലെ ഏക ജീവി മനുഷ്യനാണ്. പക്ഷികൾ പതിനായിരക്കണക്കിന് കിലോമീറ്ററുകൾ ദേശങ്ങളിൽ നിന്ന് ദേശങ്ങളിലേക്ക് ദേശാന്തര ഗമനം നടത്തുന്നു. മൃഗങ്ങൾ അതുപോലെ സഞ്ചരിക്കുന്നു. മത്സ്യങ്ങൾ മഹാസമുദ്രങ്ങളിലൂടെ ദേശാന്തര യാത്രകൾ നടത്തുന്നു, വാഹനങ്ങളില്ലാതെ സ്വയം. മനുഷ്യനാണെങ്കിൽ നമുക്ക് വാഹനം വേണം, അത് കണ്ടുപിടിക്കണം, അറിവ് നേടണം. അതുകൊണ്ടാണ് അല്ലാഹു മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിറഔൻ ചോദിക്കുന്നുണ്ട്, ആരാണ് നിന്റെ റബ്ബ് എന്ന് ചോദിച്ചപ്പോ, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഞങ്ങളുടെ റബ്ബ്, നമ്മുടെ റബ്ബ്, റബ്ബുന, നമ്മുടെ റബ്ബ് ആരാണെന്നോ, അല്ലദീ കുല്ല ശൈഇൻ ഖൽഖ, എല്ലാ ജീവികൾക്കും ജീവജാലങ്ങൾക്കും സൃഷ്ടിപ്പ് നൽകുകയും ആ ജീവജാലങ്ങൾക്കൊക്കെ സുമ്മ ഹദാ, എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന ഒരു നൈസർഗികമായ ബോധം നൽകി അവരെ അള്ളാഹു സംവിധാനിക്കുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യനാണെങ്കിലോ എല്ലാം നമ്മൾ അറിയണം. അങ്ങനെ നമ്മൾ പെറ്റുവീണ 1-ാം തീയതി മുതൽ നമ്മൾ അറിവ് നേടുകയാണ്. അനുഭവങ്ങളിലൂടെ, കേട്ടുകൊണ്ട്, കണ്ടുകൊണ്ട്, നിരീക്ഷിച്ചുകൊണ്ട്, ഇങ്ങനെയൊക്കെ മനുഷ്യൻ അറിവ് നേടുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നു, വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ, അല്ലാഹു നിങ്ങൾക്ക് കാഴ്ച നൽകി, കേൾവി നൽകി, ബുദ്ധി നൽകി. എന്തിനു വേണ്ടി? ലഅല്ലക്കും തഷ്കുറൂൻ, ഇങ്ങനെ നിങ്ങളെ സൃഷ്ടിച്ച റബ്ബിന് നന്ദി കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് സംവിധാനിച്ചു നൽകിയത് എന്നാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ നമ്മളെ സൃഷ്ടിച്ച റബ്ബിനെ ഓർത്തുകൊണ്ട്, അവനെ സ്മരിച്ചുകൊണ്ട്, അവനെ മറക്കാതെയാണ് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കേണ്ടത്. നമ്മൾ ഇനിയും അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇത് നേടുമ്പോൾ നമ്മൾ അഹങ്കരിക്കുകയില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത്, നമ്മുടെ അറിവിന്റെ പ്രഥമമായ ഘട്ടം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ സൃഷ്ടാവിനെ അറിയുക എന്നതാണ്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, സർവേശ്വരനായ അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന യാഥാർത്ഥ്യം. ഫഅലം, മനുഷ്യ നീ പഠിച്ചു മനസ്സിലാക്കുക എന്നാണ്. പാരമ്പര്യമായി ഇങ്ങനെ നമ്മൾ കൈവരിച്ചു പോകുന്ന ഒരു കാര്യമാകരുത് നമ്മുടെ ആദർശവും വിശ്വാസവും. കൃത്യമായ ബോധ്യത്തോടുകൂടി, ദൃഢമായ യഖീനോടുകൂടി, ജ്ഞാനത്തോടുകൂടി നേടേണ്ട കാര്യമായിരിക്കണം ഇതെല്ലാം. ഒന്നാമതായി നമ്മൾ അറിയേണ്ട അറിവ് അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവാണെന്നാണ് ഖുർആൻ നമുക്ക് വിശദീകരിച്ചു തരുന്നത്. പക്ഷേ മനുഷ്യന്മാരെന്ത് ചെയ്യുന്നു? എന്ത് നേടിയാലും മനുഷ്യൻ അവൻ്റെ റബ്ബിനെ മറക്കുന്നു, സൃഷ്ടാവിനെ മറക്കുന്നു. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്
നമ്മുടെ അറിവും വിജ്ഞാനവും നമ്മോട് ചില ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. എന്താണത്? മനുഷ്യ, നീ ആരാണ്? മനുഷ്യ, നീ എവിടെ നിന്ന് വന്നു? മനുഷ്യ, നിന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്താണ്? മനുഷ്യ, നീ എങ്ങോട്ടാണ് പോകുന്നത്? ഈ 4 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാവുന്ന വിധത്തിലുള്ള ജ്ഞാനമാണ് യഥാർത്ഥ ജ്ഞാനം. അതാണ് ഖുർആൻ ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പക്ഷേ അല്ലാഹ് പറയാണ്, കല്ല, അങ്ങനെയൊന്നുമല്ല, നിസ്സംശയം, ഇന്നൽ ഇൻസാന ലയത്ഗാ, നിശ്ചയമായും മനുഷ്യൻ അവൻ ധിക്കാരിയായി തീർന്നിരിക്കുന്നു എന്നാണ്. അവൻ പരിധി വിട്ടു പോയിക്കൊണ്ടിരിക്കുന്നു. അവന് കിട്ടിയ കേവലമായി അറിവ് കൊണ്ട് എന്റെ കാര്യത്തിന് ഞാൻ തന്നെ മതി എന്ന തോന്നലാണ് അവനുണ്ടാകുന്നത്. അതുകൊണ്ട് അറിവ് മുഖേന മനുഷ്യന് ലഭിക്കേണ്ട വിവേകം നഷ്ടപ്പെടുന്നു. അവൻ അവിവേകിയായിത്തീരുന്നു. അറിവിലൂടെ നമുക്ക് കിട്ടേണ്ടത് തിരിച്ചറിവാണ്. എന്താണ് നമ്മൾ തിരിച്ചറിയേണ്ടത്? നേരത്തെ പറഞ്ഞ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് അറിവിലൂടെ നമ്മൾ തിരിച്ചറിയേണ്ടത് എന്നാണ് ഖുർആൻ നമ്മോട് പറയുന്നത്. ഇന്ന ഇലാ റബ്ബിക റുജ്അ, നിശ്ചയമായും നിന്റെ റബ്ബിന്റെ അരികിലേക്ക് തന്നെയാണ് നീ മടങ്ങിപ്പോകുന്നത് എന്ന്. നോക്കൂ നിങ്ങൾ, മനുഷ്യൻ അറിവ് നേടുമ്പോഴും ധിക്കാരിയാവുകയാണ് വിനയാന്യതനാകേണ്ടതിന് പകരം. അവൻ അഹങ്കാരിയാകുകയാണ് അവൻ തന്റെ രക്ഷിതാവിന് കീഴ്പ്പെടേണ്ടതിന് പകരം. നോക്കൂ നിങ്ങൾ, ഇന്ന് ലോക പോലീസ് ചമയുന്ന ട്രംപിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷന് വല്ല കുറവുണ്ടോ? എന്താണ് അദ്ദേഹത്തിനില്ലാത്തത്? അദ്ദേഹം എത്ര വലിയ അറിവുള്ളവനാണെങ്കിലും അദ്ദേഹത്തിന് ഇല്ലാതെ പോകുന്നത് എന്താണ്? ഖുർആൻ അറിവിലൂടെ നമ്മോട് നേടാൻ പറയുന്ന റുഷ്ദ്, വിവേകം ഒരിക്കലും ഈ അറിവിലൂടെ നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നാണ്. വിവേകം, പക്വത, കാര്യശേഷി എന്നാണ് റുഷ്ദിന്റെ അർത്ഥം. റഷദ് എന്ന് പറഞ്ഞാൽ അതാണ്. നോക്കൂ നിങ്ങൾ, അറിവിലൂടെ മനുഷ്യൻ ആർജിക്കേണ്ട ഏറ്റവും വലിയ സവിശേഷമായൊരു സ്വഭാവമായി ഖുർആൻ പറയുന്നത് അതാണ്. നെതന്യാഹുവിന്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ, ഒരു കുറവ് അതിനുണ്ടാവില്ല. എത്ര വലിയ സയന്റിസ്റ്റുകൾ, ഇവിടെയുള്ള യുദ്ധക്കോപ്പുകളും യുദ്ധോപകരണങ്ങളും ഉണ്ടാക്കുന്ന ആളുകൾ, അതുണ്ടാക്കുമ്പോൾ അതെന്തിനു വേണ്ടി വിനിയോഗിക്കണം? മനുഷ്യ ജീവന് പുല്ലുവില നൽകാത്ത വിധത്തിലുള്ള ഇടപാടുകൾ നടത്തുന്ന ആളുകൾ എത്ര അറിവ് നേടിയിട്ടെന്ന. അതുകൊണ്ടാണ് റുഷ്ദ് വേണം എന്ന് പറയുന്നത്. ഖുർആൻ പറയുന്നു, അത്തരക്കാരായ ആളുകൾക്ക് സർട്ടിഫിക്കറ്റുകളുടെ കൂമ്പാരങ്ങളിൽ അവർ കടന്നിറങ്ങുകയാണെങ്കിലും വിവേകത്തിന്റെ വഴി അവർക്ക് കാണിച്ചു കൊടുത്താൽ അതൊരു വഴിയായി അവർ സ്വീകരിക്കുകയേയില്ല എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, ഇവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം ഒരു സൂറയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ചെറുപ്പക്കാരായ ആളുകൾ, ഇന്നഹും ഫിത്തിയത്തുൻ ആമനൂ ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ, അല്ലാഹുവിൽ വിശ്വസിച്ച ഒരു പറ്റം യുവാക്കൾ, ചെറുപ്പക്കാർ, സന്മാർഗം നാം അവർക്ക് വർദ്ധിപ്പിച്ചു കൊടുത്തു. അവരെക്കുറിച്ച് അവരുടെ പ്രാർത്ഥനകൾ അവസാനം കൊട്ടു ചെയ്യുമ്പോൾ ഖുർആൻ പറയുന്നുണ്ട്, റബ്ബനാ ആതിനാ മിൻ ലദുൻക റഹ്മ, ഞങ്ങളുടെ റബ്ബേ, നിന്റെ അരികിൽ നിന്നുള്ള കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകണമേ. വഹയ്യി ലനാ മിൻ അംരിനാ റശദാ, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വിവേകപൂർണമായ പക്വത ഞങ്ങൾക്ക് ഒരുക്കി തരണമേ എന്ന്. ഇതാണ് മനുഷ്യൻ ഉണ്ടാകേണ്ടത്. വിജ്ഞാനത്തിന്റെ വിവിധ ശാഖകളിലാണ് ഇന്ന് നമ്മുടെ മക്കൾ വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഒരു സമൂഹത്തിന്റെ സുസ്ഥിതിക്ക്, വളർച്ചയ്ക്ക്, പുരോഗതിക്ക്, അഭിവൃദ്ധിക്ക് അത്യന്താപേക്ഷിതങ്ങളായ കാര്യങ്ങളാണ്. ഇതൊക്കെ നേടുമ്പോഴും നമ്മുടെ മക്കളെ നമ്മൾ ഓർമ്മപ്പെടുത്തുക. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ മോനോട് പറഞ്ഞ പോലെ, ഇന്നഹാ ഇൻ തകും മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറ
ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. സർവജ്ഞനായ സൂക്ഷ്മജ്ഞനായ ഒരു റബ്ബിന്റെ നിരീക്ഷണത്തിലാണ് മോനെ നമ്മുടെ ഈ ജീവിതകാലം നമ്മൾ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കലും നീ ആ അള്ളാഹുവിനെ മറക്കാതിരിക്കുക. അവൻ നിന്റെ കൂടെയുണ്ടെന്ന ഓർമ്മ നിനക്ക് എപ്പോഴും വേണം. CCTV ക്യാമറയെ പേടിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ അരുതാത്തതൊന്നും ചെയ്യാതിരിക്കുന്നു. പക്ഷേ അതിൻ്റെ ആ വൃത്തത്തിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ എന്തുമാകാമെന്ന തോന്നലല്ല, ഇങ്ങനെയുള്ള ഒരു അറിവല്ല നമ്മുടെ റബ്ബിനെ കുറിച്ച് നമുക്കുണ്ടാകേണ്ടത്. ഈ കൃത്യമായ അറിവും മറ്റ് ഭൗതിക വിജ്ഞാനങ്ങളോടൊപ്പം തന്നെ പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ മക്കളെ അതിന് പ്രാപ്തരാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി അൽദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളിലും നിന്നെ ഓർക്കാനും നിൻ്റെ കൽപ്പനകൾ പാലിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ ഈ ദുനിയാവിലുള്ള ഐശ്വര്യവും നമ്മുടെ കാലാകാലം ജീവിക്കേണ്ട പരലോകത്ത് നമുക്ക് കിട്ടേണ്ട നന്മയും ഗുണവും ഐശ്വര്യവും സമൃദ്ധിയും അതിനുവേണ്ടി പ്രാർത്ഥിക്കാനാണ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന്നാർ. നമ്മുടെ ദിനേനയുള്ള പ്രാർത്ഥനകൾ ചേർത്ത് വെക്കുന്ന ഒരു പ്രാർത്ഥനാ വാചകമാണിത്. ഇമാം ഇബ്നു കസീർ റഹിമഹുല്ല പറയുന്നുണ്ട്, ആതിന ഫിദ്ദുനിയ ഹസന എന്ന് പറഞ്ഞത് അൽ ഹസന ഹുന അൽ ഇൽമുൻ നാഫി എന്നാണ്. ഇവിടെ പഠിച്ചവൻ പറഞ്ഞ ഹസനത്ത്, ദുനിയാവിലുള്ള ഹസനത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന്, മരണാനന്തര ജീവിതത്തിനും ഉപകാരപ്പെടുന്ന അറിവാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ്. അതുകൊണ്ട് ഈ ഉപകാരപ്രദമായ വിജ്ഞാനമാണ് നമ്മൾ തേടേണ്ടത്. അറിവ് തേടുന്ന വഴിയെക്കുറിച്ച് റസൂൽ സംസാരിച്ചത് സ്വർഗത്തിലേക്കുള്ള വീതി ഒരുക്കുകയാണ്. സ്വർഗത്തിലേക്ക് നടന്നെടുക്കാനുള്ള പാതകൾ നിങ്ങൾ തയ്യാറാക്കുകയാണ് വിജ്ഞാനം നേടുന്നതിലൂടെ ചെയ്യുന്നത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞു. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. റസൂൽ പറഞ്ഞു, സലുല്ലാഹ ഇൽമൻ നാഫിഅ. നിങ്ങൾ എന്ത് അറിവ്, എന്ത് കഴിവ് നിങ്ങൾ നേടിയാലും നിങ്ങൾക്കതുകൊണ്ട് പ്രയോജനമുണ്ടാകണം. കുടുംബത്തിനുണ്ടാകണം, സമൂഹത്തിനുണ്ടാകണം, ദുനിയാവിലുണ്ടാകണം, പരലോകത്തുണ്ടാകണം. അതാണ് നാഫിഅ എന്ന് പറഞ്ഞത്. നമുക്ക് മാത്രം ഉപകാരമില്ലതല്ല അറിവ്. അല്ല, എനിക്കും എൻ്റെ കുടുംബത്തിനും അല്ല, എനിക്ക്, എൻ്റെ കുടുംബത്തിന്, എൻ്റെ സമൂഹത്തിന്, എൻ്റെ ദുനിയാവിന്, എൻ്റെ പരലോകത്തിന്. അതാണ് ഇൽമൻ നാഫി. അത് നിങ്ങൾ ചോദിച്ചോളൂ എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞത്. സലുല്ലാഹ ഇൽമൻ നാഫിഅ. മാത്രല്ല വതഅവ്വദു ബില്ലാഹി മിൻ ഇൽമിൻ ലാ യൻഫഅ. ഒരു പ്രയോജനമില്ലാത്ത അറിവിൽ നിന്ന് പഠിച്ചവനോട് കാവൽ തേടിക്കോളി എന്നാണ് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്. അപ്പോൾ അറിവ് നേടുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? അത് പ്രാക്ടിക്കലാക്കണം. നമ്മൾ എന്താണ് ദീനിൻ്റെ ഒരു കാര്യം നമ്മൾ നേടുമ്പോൾ എന്ത് ചെയ്യണം? അത് പ്രാക്ടിക്കലാക്കണം. അപ്പോൾ നോക്കൂ, നിങ്ങൾ പള്ളിയിൽ നിങ്ങൾ വരുമ്പോൾ ആദ്യത്തെ സഫ് അത് പൂർത്തിയാക്കണം, പിന്നെ രണ്ടാമത്തെ സഫ് പൂർത്തിയാക്കണം, പിന്നെ മൂന്നാമത്തെ സഫ്, അങ്ങനെ അങ്ങനെ പൂർത്തിയാക്കിയിരുന്നാൽ ഒന്നാമത്തെ സഫിൽ വന്നിരിക്കുന്ന ആളുകൾക്ക് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത് എന്താണെന്നോ? അള്ളാഹുവിൻ്റെ മലക്കുകളുടെ പ്രത്യേക പ്രാർത്ഥന അവർക്ക് ലഭിക്കുന്നു. ഇത് പറഞ്ഞപ്പോൾ സഹാബിമാർ പിന്നെ ഒന്നാമത്തെ സഫിന് വേണ്ടി മത്സരിക്കുകയായി മസ്ജിദുൻ നബവിയിൽ. അവരൊരു അറിവ് കിട്ടാൻ നിൽക്കുക, പ്രാക്ടിക്കലാക്കാൻ. അപ്പോഴത് നാഫിയാകുള്ളൂ. അപ്പോൾ റസൂല് പറഞ്ഞു, ഒന്നാമത്തെ സഫ് കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി വന്ന ആളുകൾ അത് രണ്ടിലും മൂന്നിലും ഒക്കെ ആണെങ്കിൽ അവർക്ക് ഒന്നിൻ്റെ പ്രതിഫലം ഉണ്ടാവും. അതുകൊണ്ട് ആ സഫ് ശരിയാക്കുമ്പോൾ
അസ്സഫൽ അവ്വൽ സുമ്മൽ അവ്വൽ സുമ്മൽ അവ്വൽ. ആദ്യം ഒന്നാമത്തേത്, പിന്നെ രണ്ടാമത്തേത്, മൂന്നാമത്തേത് അല്ല, സുമ്മൽ അവ്വൽ സുമ്മൽ അവ്വൽ. പിന്നെ വരുന്ന ഒരു അവ്വൽ തന്നെയാണ്. കാരണം നിയ്യത്ത് എന്താണ്? ഒന്നാമത്തെ സഫ് എനിക്ക് കിട്ടണം. ബാങ്കിന്റെ മഹത്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ സഹാബിമാര് പിന്നെ അതിന് പിടിംവലിയ അവസാനം നറുക്കിട്ട് ഇടേണ്ടി വന്നു. നോക്കൂ നിങ്ങൾ, ഇങ്ങനെ എന്ത് അറിവ്, ദുനിയാവിന്റെ അറിവാകട്ടെ, പരലോകത്തിലേക്കുള്ള നമ്മുടെ ദീനിയായ അറിവാകട്ടെ, അത് നാഫിയാക്കി തീർക്കാൻ, അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പ്രാവർത്തികമാക്കിയിട്ട് അതിൻ്റെ പുണ്യം നേടണം. അല്ലാത്ത ഇൽമിൽ നിന്ന് കാവൽ തേടിക്കോളിയെന്ന ഇൽമുണ്ടായിട്ടെന്താ? അത് നമ്മൾ ജീവിതത്തിൽ പകർത്താതെ, അങ്ങനെയുള്ളൊരു മാറ്റമാണ് സഹോദരങ്ങളെ നമ്മളിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ അറിവ് നേടാൻ, ജീവിതത്തിൽ പകർത്താൻ. പിന്നെ റസൂല് പറഞ്ഞത് അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടാത്ത അമലുകളിൽ നിന്ന് നിങ്ങൾ കാവൽ തേടിക്കോളി. ഭക്തിസാന്ദ്രമല്ലാത്ത മനസ്സുകളിൽ നിന്ന് പഠിച്ചവനോട് കാവൽ തേടിക്കോളി. കേൾക്കപ്പെടാത്ത, സ്വീകരിക്കപ്പെടാത്ത പ്രാർത്ഥനകളിൽ നിന്ന്. അങ്ങനെ ഒരു പ്രാർത്ഥന നമ്മളിൽ നിന്നുണ്ടാകാൻ പാടില്ല. നമ്മുടെ പ്രാർത്ഥന പഠിച്ചവൻ കേൾക്കുന്നതാകണം എന്ന് തന്നെയായിരിക്കണം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മനോഗതി. അങ്ങനെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുക. റഹ്മാനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനെ, കരുണാമയനെ, ഞങ്ങളുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും പറ്റിപ്പോയ തെറ്റുകൾ ഞങ്ങളോട് പൊറുക്കേണമേ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ വാത്സല്യനിധികളായ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകുകയും അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങൾക്കിടയിലെ രോഗികൾക്ക് ശിഫയും ശമനവും സൗഖ്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങൾക്കിടയിൽ ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് എല്ലാവിധ സൗഖ്യവും അനുഗ്രഹവും നീ ചൊരിഞ്ഞു കൊടുക്കണമേ തമ്പുരാനെ. ജീവസന്ധാരണത്തിന് വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഞങ്ങളുടെ തൊഴിലുകളും ഞങ്ങളുടെ കൃഷിയും കച്ചവടവും ഞങ്ങളുടെ മറ്റെല്ലാ ഏർപ്പാടുകളിലും നീ ഞങ്ങൾക്ക് സമൃദ്ധിയും അഭിവൃദ്ധിയും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. കടബാധ്യതകളിൽ നിന്ന്, അതേപോലെ തന്നെ സാമ്പത്തിക ഞെരുക്കങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. മഴക്കെടുതികളിൽ നിന്നും, മഴ മുഖേനയുണ്ടാകുന്ന ദുരന്തങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാക്കേണമേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.